ഞങ്ങളിതാ അമ്പലത്തിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നള്ളത്ത് പോയ കാരണം അവരെ കൂട്ടത്തിൽ കുറേ പേര് പോയിട്ടോ. അപ്പോൾ അത് കാരണം കുറേ തിരക്ക് ഒഴിവുണ്ടായിരുന്നു. ഞാൻ മാത്രമേ തൊഴുകാണ്ടായിരുന്നുള്ളൂ കേട്ടോ. അനിയത്തി അമ്മയൊക്കെ താലം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവരൊക്കെ നേരത്തെ വന്ന് തൊഴുതു. മക്കളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് ഏട്ടൻ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ കാണാത്തതിൽ വല്ലാത്ത സങ്കടം ഉണ്ട് കേട്ടോ അവർക്ക്. ഈ ഉത്സവം നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ വഴിക്കടവ് കാരക്കോട് ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ വരലുണ്ട്. മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ മക്കളും വരലുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റത്തെ എഴുന്നള്ളത്ത് വന്നു. അതിൻ്റെ പുറകെ തന്നെ രണ്ടാമത്തെ എഴുന്നള്ളത്തും വന്നു കേട്ടോ. വൃശ്ചിക മാസം 12-ാം തീയതിയാണ് കേട്ടോ നമ്മൾ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉത്സവം കാണാൻ പല നാട്ടിൽ നിന്നും കുറേ ആൾക്കാർ വരലുണ്ട് കേട്ടോ നമ്മളെ അമ്മയുടെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ശിങ്കാരിമേളം, താലം പിടിച്ച ആൾക്കാർ, എഴുന്നള്ളത്ത് വന്ന് നിൽക്കുക. ഈ ഒരു കാഴ്ചയൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ എവിടെ ഇല്ലാത്തൊരു കാഴ്ചകളാണ് നമ്മളെ ഈ അമ്പലത്തിൽ നടന്നുകൊണ്ട് പോകുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ വൃശ്ചികം 12-ാം തീയതി എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ആ ഒരു സന്തോഷം നമുക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. രാവിലത്തെ എഴുന്നള്ളത്തൊക്കെ അങ്ങനെ അമ്പലത്തിലെത്തിയതാ. അമ്പലത്തിൽ ചുറ്റും പ്രദക്ഷിണമൊക്കെ വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ, ചോറുണ്ടതിന് ശേഷമാണ് വൈകുന്നേരം ഇറങ്ങും. അപ്പോൾ ഇതാ അനിയത്തി അമ്മയൊക്കെ ഉണ്ട് കേട്ടോ ഈ താലം പിടിച്ചതിൽ. ൊക്കെയാണ് ഇട്ടത്. അപ്പത്തിന് സമയം 12:30-1 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറുണ്ണാൻ പോകണമല്ലോ. അപ്പോൾ കുറച്ച് നേരം ക്യൂവിലൊക്കെ നിന്ന് അങ്ങനെ ചോറിൻ്റെ അടുത്തെത്തി. കുറേ ക്യൂ പാലിക്കേണ്ടി വന്നില്ല. നമ്മൾ താലം പിടിച്ചിട്ടുണ്ടായിരുന്നു അമ്മയും അനിയത്തിയൊക്കെ. അപ്പോൾ അത് കാരണം ഒന്ന് കയറ്റി വിട്ടു കേട്ടോ ഞങ്ങളെ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് 4 മണിക്കും ചോറ് കിട്ടില്ല, അത്രയും തിരക്കായിരുന്നു. ഇവൻ എൻ്റെ കൂടെ പഠിച്ച പയ്യനാണ് കേട്ടോ. ഇപ്പോൾ സാമിയാണ്. അപ്പോൾ അമ്മയ്ക്ക് അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടോ ഇത്രയും ജനാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് ഇട്ടിട്ടില്ല. പിന്നെ കൈ കഴുകാൻ അതിലേറെ ക്യൂ ആയിരുന്നു. ഫുഡിൻ്റെ കാര്യം പിന്നെ പറയാല്ല, അടിപൊളി സദ്യയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈകൊട്ടിക്കളി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി. പിന്നെ അതാ നമ്മളെ കൊമ്പന്മാരെ കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയി ഒന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാം, ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ചെന്നതാണ്. ചെന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോഴേക്കും സായന്മാർ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ എഴുന്നള്ളത്തിന്, വൈകുന്നേരത്തെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കൂടെ ഞാനും പോയി. അപ്പോൾ കണ്ടോ നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ അണിയിക്കലൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിയിട്ട് ഇത് കണ്ടതിലൊക്കെ. അപ്പോൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ്. അവിടെ കമ്മിറ്റിക്കാർക്കും പാപ്പാമാർക്കും ഒക്കെ ഒരേ ഷർട്ടായിരുന്നു കേട്ടോ. ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ തിടമ്പൊക്കെ കയറ്റി. 2 പേരെയും നല്ല ചന്തമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ 2 പേരും ഓരോ ഭാഗത്തോട്ടായിട്ടാണ് കേട്ടോ എഴുന്നള്ളത്ത് പോണത്. 2 പേരും ഇങ്ങനെ നേർക്ക് നേരെ നിന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാ താലം പിടിക്കുന്ന ആൾക്കാരും ഉണ്ട്, ശിങ്കാരിമേളം, കുമ്പാട്ടം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി ഇത് തിരിച്ചു വരുന്നത് ഒരു 10-11 മണിയോട് കൂടിയാവും കേട്ടോ. ഘോഷയാത്ര ഇറങ്ങിയോടുകൂടി ഇതാ വിരിപ്പൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അമ്പലപ്പറമ്പിൽ ആൾക്കാർ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈകുന്നേരം ഇവിടെ കലാപരിപാടികളൊക്കെ ഉണ്ട്. അതേമാതിരി ബാലുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വരെ പരിപാടികളുണ്ട്. അപ്പോൾ ഞാനൊന്നും അതിനൊന്നും നിൽക്കണില്ല. ഞങ്ങൾ വൈകുന്നേരം തന്നെ മക്കളൊക്കെ വന്ന് ഏട്ടൻ്റെ കൂടെ ഞാൻ
പൂക്കോട്ടുംപാടത്തോട്ട് തന്നെ പോകും കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് നിൽക്കാന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്നു. അപ്പോൾ അതാ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടി റോട്ടുമ്മയ്ക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വണ്ടിയിൽ എൻ്റെ മക്കളെ ഒന്ന് കണ്ടു നോക്ക്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമായി, ഞാൻ പറഞ്ഞില്ലേ എഴുന്നള്ളത്ത് ഞങ്ങളെ വീടിൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേന് ഒരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ അതാ പറ നിറപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുത്തെ ചേച്ചി ഏട്ടനൊക്കെ അതിനുള്ള ഒരുക്കങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഏട്ടനും മക്കളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ നാട്ടിലിതാ ഒരു ഉത്സവമാകുമ്പോൾ ഹിന്ദു മുസ്ലിംസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പരിപാടിക്ക് എല്ലാവരും വരും കാണാനൊക്കെ. പറനിറപ്പൊക്കെ കഴിഞ്ഞ് എഴുന്നള്ളത്ത് മുകളിലോട്ട് പോയിട്ടോ. അങ്ങനെ അവിടെ പ്രസാദം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ പൂജ ചെയ്ത പഴവും മലരും കൊണ്ട് പ്രസാദം ഉണ്ടാക്കുകയാണ് ഏട്ടനൊക്കെ. അങ്ങനെ അവിടെ നിന്നവർക്കൊക്കെ പ്രസാദം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് പ്രസാദമൊക്കെ വാങ്ങി. ഞാൻ പറഞ്ഞല്ലോ അവിടെ മുസ്ലിംസ് ഹിന്ദു അങ്ങനെയൊന്നുമില്ല, എല്ലാവരും വന്ന് പ്രസാദമൊക്കെ വാങ്ങും കേട്ടോ. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ.